السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، لا ضد له ولا ند له ولا مثيل. ونشهد أن محمدًا عبده ورسوله وحبيبه وخليله، بلغ الرسالة وأدى الأمانة، صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى، فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിനു വേണ്ടി നമുക്ക് കനിഞ്ഞരുളിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നായി വിഹിതം വെക്കുകയുണ്ടായി. അവ്വലുഹു റഹ്മ, അനുഗ്രഹീത റമദാനിന്റെ എല്ലാ ദിനരാത്രങ്ങളിലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പേമാരി വർഷിക്കുമെങ്കിലും റമദാനിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ പ്രത്യേകമായ റഹ്മത്തിനു വേണ്ടി, പ്രത്യേകമായി അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പേമാരി വർഷിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനുഗ്രഹീത റമദാനിന്റെ ആദ്യത്തെ 10 രാത്രികളിൽ നാം ഓരോരുത്തരും അല്ലാഹുവിന്റെ റഹ്മത്തിനെ നേടിയെടുക്കുന്നവരാകണം. റഹ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലാഹ ജഅല മിഅത റഹ്മത്തിൻ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലാഹു ആകാശഭൂമികളെ പടച്ച ദിവസം തന്നെ 100 റഹ്മത്തിനെ ആക്കുകയുണ്ടായി. അല്ലാഹു ഒരു റഹ്മത്തിനെ 100ആയി അംശിച്ചു എന്നും 100 റഹ്മത്തിനെ അല്ലാഹു സൃഷ്ടിച്ചു എന്നും വ്യത്യസ്തമായ റിവായത്തുകളുണ്ട്. ഫജഅല മിൻഹാ റഹ്മതൻ വാഹിദതൻ ഫിൽ അർദ്. എന്നിട്ട് 100ആയി അംശിച്ച റഹ്മത്തിന്റെ ഒരു ഭാഗം ഭൂമിയിൽ അല്ലാഹു നിശ്ചയിച്ചു. ഫബിഹാ തഅതിഫുൽ വാലിദതു അലാ വലദിഹാ വൽ ഉഹൂസ് വത്തുയൂറു ബഅദുഹാ ബഅദ. ഈ ഒരു റഹ്മത്തിന്റെ വിഹിതം കൊണ്ടാണ് ഒരു മാതാവ് കുട്ടിയോട് അനുകമ്പയും വാത്സല്യവും കാട്ടുന്നത്. മൃഗങ്ങളും പക്ഷിപർവാദികളും അവരുടെ കുട്ടികളോട് കരുണയോടെ വർത്തിക്കുന്നത്. വഇദാ കാന യൗമുൽ ഖിയാമത്തി അക്മലഹ അല്ലാഹു ഹാദിഹി റഹ്മ.
ഖിയാമത്തിന്റെ ദിനമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 100 റഹ്മത്തിന്റെ ഓഹരിയെയും പൂർത്തിയാക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയിക്കുകയാണ്. ഈ റഹ്മത്ത് ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ് മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മയുടെയും അവന്റെ പാപങ്ങളുടെയും പേരിൽ പൊടുന്നനെ ആക്ഷൻ എടുക്കാത്തത്. അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ ജീവിക്കാൻ തന്നെ കഴിയില്ല. ചെറിയ പാളിച്ചകൾ വരുമ്പോൾ പൊടുന്നനെ ആക്ഷൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലഅഫൽതും ഫീഹി അദാബുൻ അദീം. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ഫദ്ലും അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്ത് കാരുണ്യവും ഇല്ലാതിരുന്നു എങ്കിൽ ലഅഫൽതും ഫീഹി അദാബുൻ അദീം, നിങ്ങൾ ഏർപ്പെടുന്ന ചെറിയ ചെറിയ തിന്മകളുടെ പേരിൽ ഗുരുതരമായ ശിക്ഷ നിങ്ങളെ പിടികൂടുമായിരുന്നു. അള്ളാഹുവിന്റെ റഹ്മത്ത് അഥവാ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതിരുന്നു എങ്കിൽ നമ്മൾ എല്ലാവരും ശൈത്താനിനെ പിൻപറ്റുന്ന ആൾക്കാരായി പോകുമായിരുന്നു. ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതുഹുമുശ് ശൈത്താന ഇല്ലാ ഖലീലാ. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതിരുന്നു എങ്കിൽ ലത്തബഅതുഹുമുശ് ശൈത്താൻ, തീർച്ചയായും നിങ്ങൾ പിശാചിനെ പിൻപറ്റുന്നവരാകുമായിരുന്നു. അഥവാ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന വികാര വിചാരങ്ങൾ അധികവും തിന്മയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ ഉബദ്ദിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അസീസു മിസ്ർ, ഈജിപ്തിന്റെ ചക്രവർത്തിയുടെ ഭാര്യ മോശമായ പ്രവണതയിലേക്ക് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് മുക്തമായത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതിന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒമാ ഉബദ്ദിഉ നഫ്സി, എന്റെ ശരീരത്തിനെ ഞാൻ കുറ്റമുക്തമാക്കുന്നില്ല. സുലൈഖ എന്നെ തിന്മയിലേക്ക് ആനയിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലും ലവലേശമാ പാപം പ്രവർത്തിക്കണം എന്ന താല്പര്യമുണ്ടായി. ഒമാ ഉബദ്ദിഉ നഫ്സി, എന്റെ ഹൃദയത്തെ ഞാൻ കുറ്റമുക്തമാക്കുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള വികാര വിചാരങ്ങൾ തിന്മയുമായി കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന കൂടുതൽ ചിന്തയും തിന്മ പാപങ്ങൾ പ്രവർത്തിക്കുന്ന തരത്തിലാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ രക്ഷിതാവിന്റെ റഹ്മത്ത് കാരുണ്യം കിട്ടിയവരൊഴികെ. പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ റഹ്മത്ത് ആവശ്യമാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ള മോശമായ വികാര വിചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. മനുഷ്യന്റെ ഹൃദയത്തിലും അവന്റെ ആത്മാവിലും വിശുദ്ധിക്ക് വേണ്ടിയും അല്ലാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ വലാകിന്ന അല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാതിരുന്നുവെങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരാളും ഒരിക്കലും ആത്മീയത ആത്മസംസ്കരണം നേടിയവരാകില്ല. വലാകിൻ യുസക്കി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സംസ്കരിച്ച് വൃത്തിയാക്കുകയാണ്.
യഥാർത്ഥത്തിൽ നമുക്ക് ആത്മീയതയും ആത്മസംസ്കരണം നേടിയെടുക്കണമെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളത് ഈ ദുനിയാവിൽ ഉള്ള ഏറ്റവും ഉയർന്ന സംഗതിയാണ്. ഭൂമിയുടെ പുറത്തൊലിക്ക് മുകളിൽ ധാരാളം കാര്യങ്ങളെ നമ്മൾ ബൃഹത്തായ സംവിധാനമായിട്ടും അത്യുന്നതമായ കാര്യമായി മനസ്സിലാക്കാറുണ്ട്. സമ്പത്ത്, അധികാരം, വലിയ വലിയ മണിസൗധങ്ങൾ, മേൽത്തരം വാഹനങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായി നാം മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ഏറ്റവും ഉയർന്ന അനുഗ്രഹം അള്ളാഹുവിന്റെ റഹ്മത്താണ്. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റഹ്മത്തിനെ പരിചയപ്പെടുത്തിയത് വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങളുടെ രക്ഷിതാവിന്റെ റഹ്മത്ത് അവർ ഒരുമിച്ച് കൂട്ടി വച്ചിരിക്കുന്ന മുഴുവൻ ഭൗതിക സംവിധാനങ്ങളെക്കാൾ ശ്രേഷ്ഠമായതാണ്. മനുഷ്യന്റെ കയ്യിലുള്ള സമ്പത്തിനേക്കാൾ, അധികാരത്തെക്കാൾ, അമ്പരചുംബിനികളായ മനോഹരമായ സൗധങ്ങളെക്കാൾ, പാർപ്പിടങ്ങളെക്കാൾ, മേൽത്തരം വാഹനങ്ങളെക്കാൾ, അക്ഷരക്കൂട്ടങ്ങളുള്ള ഡിഗ്രികളെക്കാൾ ശ്രേഷ്ഠമായതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. ഈ റഹ്മത്ത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ എല്ലാ തരത്തിലുള്ള ആക്ഷനുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഭൗതിക ലോകത്ത് തന്നെ എന്തെങ്കിലും പാപങ്ങൾ, തിന്മയുടെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷയും കെടുതിയും വിനാശവും സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്ത പ്രവാചകനാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിലൂടെ, പ്രബോധനത്തിലൂടെ 80ഓളം ആൾക്കാർ മാത്രമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ബാക്കി മുഴുവൻ കുഫാറുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രളയത്തിൽ നശിപ്പിക്കുകയുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു കപ്പൽ നിർമ്മിച്ചു. ആ കപ്പലിൽ മുഅ്മിനീങ്ങളുമായി രക്ഷപ്പെടുന്ന വേളയിൽ മകനെ വിദൂരത്ത് കാണുകയാണ്. മകൻ കാഫിരീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ഈ സന്ദർഭത്തിൽ മകനെ നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്. ഖാല യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ, എന്റെ കൂട്ടത്തിൽ കപ്പലിൽ നീ കയറി, നീ ഒരിക്കലും കാഫിറുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഖാല സആവി ഇലാ ജബലി യഅസുമിനി മിനൽ മാ. മകൻ ചോദിക്കുകയാണ്, ഇത്രയും വലിയ പ്രളയത്തിൽ നിന്ന് നിങ്ങളുടെ കഷ്ടി, നിങ്ങളുടെ ഈ കപ്പൽ എങ്ങനെ രക്ഷപ്പെടുത്താനാണ്? സആവി ഇലാ ജബലി യഅസുമിനി മിനൽ മാ. ഈ പ്രളയത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന ഒരു പർവ്വതത്തിലേക്ക് ഞാൻ അഭയം തേടും. ഈ സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞ വാചകം ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ഖാല ലാ ആസിമ അൽ-യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹിമ റബ്ബി വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. മോനെ, ഇന്നേ ദിവസം ഈ പ്രളയത്തിൽ നിന്ന് വലിയ കൊടുമുടികൾ നിനക്ക് സംരക്ഷണമൊരുക്കില്ല. ഇല്ലാ മൻ റഹിമ റബ്ബി, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ റഹ്മത്ത് കൂടിയേ തീരുകയുള്ളൂ. അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട് എങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. വഹാല ബൈനഹുമൽ മൗജു, രണ്ടുപേരുടെയും ഇടയിൽ വലിയൊരു തിരമാല മറയായി വന്നു. ഫകാന മിനൽ മുഗ്റഖീൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനും പ്രളയത്തിൽ മുങ്ങി നശിക്കുന്നവരിൽ പെട്ടുപോയി. ഇങ്ങനെയുള്ള കെടുതികൾ, വിനാശങ്ങളിൽ നിന്ന് രക്ഷ വേണമെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത് അനിവാര്യമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവരുടെ 3 ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ഭൗതിക ലോകത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എത്ര ഉയർന്ന അനുഗ്രഹീതനായി തീരും എന്ന് ഈ 3 ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടും, വ്യക്തമാകും. ഒന്നാമതായി പറയുന്നത് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്ര സംഭവം തന്നെയാണ്.
ദഖിയാനൂസ് എന്ന് പറയുന്ന അക്രമകാരിയായ ഭരണാധികാരി രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും ബഹുദൈവ വിശ്വാസികളാക്കി. ഒരു വിഭാഗം യുവാക്കൾ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് ചക്രവർത്തി അറിഞ്ഞപ്പോൾ അവരെ വിളിച്ചു ശക്തമായ താക്കീത് നൽകി. ആ യുവാക്കൾ ഒരുമിച്ച് കൂടി ഇനിയും ഈ രാജ്യത്ത് നമുക്ക് തൗഹീദൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കൽ അസാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആ രാജ്യം വിട്ടുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് അവർ പലായനം ചെയ്തൊരു ഗുഹയിൽ അഭയം തേടി. ഈ ഗുഹയിൽ അഭയം തേടിയ സന്ദർഭത്തിൽ അവർക്ക് ധാരാളം കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. ഒന്ന്, ശത്രു സൈന്യത്തിൽ നിന്നുള്ള രക്ഷ. 2, കഴിക്കാൻ ഭക്ഷണം. 3, കുടിക്കാൻ വെള്ളം. അവരാദ്യമായി അള്ളാഹുവിനോട് ദുആയിരുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിനു വേണ്ടിയാണ്. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ ഭൗതികമായ ഏർപ്പാടുകളും സംവിധാനങ്ങളും അനുകൂലമായി തീരും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ അവർ ചെയ്ത ദുആ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇദവൽ ഫിത്യതു ഇലൽ കഹ്ഫി فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ആ യുവാക്കൾ ഗുഹയിലേക്ക് അഭയം തേടിയ സന്ദർഭത്തിൽ അവർ അല്ലാഹുവിനോട് അർത്ഥിച്ച കാര്യം റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, നിന്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്ത്, കാരുണ്യം ഞങ്ങൾക്ക് വർഷിക്കണമേ. വഹയ്യിഅ ലനാ മിൻ അംരിനാ റസദാ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നീ ഒരുക്കി തരണമേ. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുവാക്കൾക്ക് 309 വർഷം സ്വൈര്യമായ വിശ്രമം ആ ഗുഹയുടെ ഉള്ളിൽ നൽകി. 309 വർഷം ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. ലോകത്തുള്ള ഏറ്റവും ഉയർന്ന അസ്ബാബാകുന്ന സൂര്യനെ വരെയും അല്ലാഹു അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തു. 1 വർഷമോ 2 വർഷമോ 1 പതിറ്റാണ്ടോ 1 നൂറ്റാണ്ടോ അല്ല, 309 വർഷം. ഈ 309 വർഷവും സൂര്യൻ ഉദിക്കുന്ന വേളയിൽ അതിന്റെ പ്രകാശരശ്മി ഉള്ളിലേക്ക് കടക്കാതെ ആ ഗുഹയിൽ നിന്ന് തെന്നി മാറി വലതോട്ട് തിരിയുമായിരുന്നു. അസ്തമിക്കുന്ന വേളയിൽ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രകാശരശ്മികൾ പതിക്കാതെ ഗുഹയുടെ ഇടതുഭാഗത്തേക്ക് തെന്നി മാറുമായിരുന്നു. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة من ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. സൂര്യൻ ഉദിക്കുന്ന വേളയിൽ അതിന്റെ പ്രകാശരശ്മികൾ ഉള്ളിലേക്ക് പതിഞ്ഞവരുടെ വിശ്രമത്തിന് കോട്ടം സംഭവിക്കാതിരിക്കാൻ ഗുഹയെ വിട്ട് വലതുഭാഗത്തേക്ക് തെന്നി മാറുമായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന വേളയിൽ അതിന്റെ പ്രകാശകിരണങ്ങൾ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നവരുടെ വിശ്രമത്തിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ ഗുഹയെ വിട്ട് ഇടതുഭാഗത്തേക്ക് തെന്നി മാറുമായിരുന്നു. അവർ ഗുഹയുടെ ഉള്ളിൽ സ്വൈര്യമായി വിശ്രമിക്കുകയായിരുന്നു. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. 309 വർഷം കഴിഞ്ഞപ്പോ അവർ എഴുന്നേറ്റു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയുണ്ടായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, എത്ര നാള് നമ്മൾ ഉറങ്ങി? അവര് പറഞ്ഞു, 1 ദിവസം അല്ലെങ്കിൽ 1 ദിവസത്തേക്കാൾ അല്പം മാത്രമേ നമ്മൾ വിശ്രമിച്ചിട്ടുള്ളൂ. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവർ ഉറങ്ങി, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അവർ ഉണർന്നു. അവർ വിചാരിച്ചു 1 ദിവസം അല്ലെങ്കിൽ 1 ദിവസത്തേക്കാൾ അല്പം. 309 വർഷം അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ ഗുഹയുടെ ഉള്ളിൽ അല്ലാഹു അവർക്ക് വിശ്രമം നൽകി. എന്ന് മാത്രമല്ല, അവർ ഉണർന്നു കഴിഞ്ഞപ്പോൾ
നാണയവുമായി മാർക്കറ്റിൽ ചെന്നു നോക്കിയപ്പോൾ 300 വർഷങ്ങൾക്ക് മുമ്പുള്ള വെള്ളി നാണയം. അവര് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയ ആ യുവാക്കളിൽപ്പെട്ട ആൾക്കാരെയും കൊണ്ട് അന്ന് രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയുടെ അടുക്കൽ ചെന്നു. ആ ചക്രവർത്തി മുസ്ലിമായി. അദ്ദേഹം ദുആയിരുന്നിരുന്നു, പടച്ചവനെ 300 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ഏകത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി രാജ്യം വിട്ട ആൾക്കാർ, യുവാക്കൾ, അവരെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നീ കാണിച്ചു തരേണ്ടമേ. രാജാവും രാജ്യത്തുണ്ടായിരുന്ന ജനങ്ങളും മുസ്ലിമീങ്ങളുടേതും ഇസ്ലാമിൻ്റെതുമായി കഴിഞ്ഞു. 300 വർഷമായപ്പോൾ മാർക്കറ്റും കമ്പോളങ്ങളും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിരുന്നു. ഇവരിതൊന്നും അറിയുന്നില്ല. രാജാവും പരിവാരങ്ങളും ചേർന്നുകൊണ്ട് ആ ഗുഹാമുഖത്തിലേക്ക് എത്തി. അവർ ഗുഹയുടെ വെളിയിലേക്ക് വന്നു. അവരെ രാജാവും പരിവാരങ്ങളും കണ്ടു. അവർ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അല്ലാഹു അവർക്ക് മരണം നൽകി. രാജാവ് പറഞ്ഞു, നമുക്ക് ഇവരുടെ സ്മരണയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കണം. ഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. അല്ലാഹുവിന്റെ കാരുണ്യം റഹ്മത്ത് കൂടെ ഉണ്ടായപ്പോൾ 309 വർഷം ലോകത്തുള്ള ഏറ്റവും ഉയർന്ന അസ്ബാബായ സൂര്യൻ വരെയും അവർക്ക് കീഴ്പ്പെടുകയുണ്ടായി. രണ്ടാമത് സൂറത്തിൽ കാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ ഒരു ദാസന്റെ സംഭവം വരികയാണ്. ഹദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രവാചകനാണ് എന്നും അല്ലാഹുവിന്റെ സാത്വികനായ ദാസനാണ് എന്നും അഭിപ്രായമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിയരുടെ ഇടയിൽ പ്രൗഢഗംഭീരമായ ഒരു പ്രസംഗം നടത്തി. പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ബനൂ ഇസ്രായേലിയർ ചോദിച്ചു, അല്ലയോ മൂസ, നിങ്ങളെക്കാൾ പാണ്ഡിത്യമുള്ള ആരെങ്കിലും ലോകത്തുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്നെക്കാൾ പാണ്ഡിത്യമുള്ള ആര് ഇന്ന് ലോകത്തില്ല. ഇൽമ, അറിവ് അള്ളാഹുവിലേക്ക് മടക്കാതെ തന്നിലേക്ക് മടക്കിയപ്പോ അള്ളാഹു ആക്ഷൻ എടുത്തു, മൂസോ, നിനക്ക് അറിഞ്ഞുകൂടാത്ത ധാരാളം കാര്യങ്ങളെ കുറിച്ച് പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി നീ അറിവ് നേടണം. എന്നിട്ട് അടയാളം പറഞ്ഞു കൊടുത്തു. എന്താണെങ്കിലും മൂസാ നബി അലൈഹിസ്സലാമയും യൂസുഫ് ബിൻ നൂനും അവർ രണ്ടുപേരും അല്ലാഹുവിൽ നിന്ന് അറിവ് നൽകപ്പെട്ട ആ വ്യക്തിയെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. 2 സമുദ്രങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലത്ത് അവര് ഹദർ എന്ന് പറയുന്ന വ്യക്തിയെ കാണുകയുണ്ടായി. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. 2 സമുദ്രങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലത്ത് വെച്ച് അവർ രണ്ടുപേരും ഒരു ദാസനെ കണ്ടെത്തി. ആ ദാസനാണെങ്കിൽ ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിനാ, നമ്മളുടെ അടുക്കൽ നിന്ന് റഹ്മത്ത് നൽകപ്പെട്ട ദാസനായിരുന്നു. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നമ്മളിൽ നിന്ന് പ്രത്യേകമായി അറിവ് നൽകപ്പെട്ട തക്വീനിയായ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്, ലദുന്നിയായ പ്രത്യേകമായ അറിവ്. അത് കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഇൽമു പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹദർ പറഞ്ഞു, എന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ ക്ഷമിക്കാം, നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കരുത്, ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കണം. അങ്ങനെ അവരെന്ത് ചെയ്ത് കപ്പലിൽ യാത്ര ചെയ്തു. ആ കപ്പലാണ് എങ്കിൽ ഫ്രീ ആയി പാവങ്ങളായ ഒരു വിഭാഗം ആൾക്കാർ അവരെ യാത്രയിപ്പിച്ചു. അതിന്റെ പലക കഷണങ്ങൾ ഇളക്കി മാറ്റി. സംഭവം വിശാലമാണ്. അതിന്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹദർ പറഞ്ഞു, ഞാൻ പലക കഷണങ്ങളെ ഇളക്കിയത് ഇവര് പാവങ്ങളായ ആൾക്കാരാണ്, ഈ കപ്പലാണ് ഇവരുടെ അത്താണി. ഈ കപ്പലുമായി ഇവർ യാത്ര ചെയ്ത് എത്തുന്ന രാജ്യത്തൊരു രാജാവുണ്ട്, ന്യൂനതകളില്ലാത്ത കപ്പൽ പിടിച്ചെടുക്കും, അതുകൊണ്ടാണ് ഞാൻ അതിൽ ന്യൂനത വരുത്തിയത്. രണ്ടാമതൊരു കുട്ടിയെ കൊന്നു. ആ കുട്ടിയെ കൊന്നതിനെ കുറിച്ച് മൂസാ നബി ചോദിച്ചു. പിന്നീട് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു, ഈ കുട്ടി മാതാപിതാക്കളുടെ ഈമാനെ തന്നെ അവതാളത്തിലാക്കി കളയും. മൂന്നാമതൊരു മതിൽക്കെട്ടിനെ നേരെയാക്കി വെച്ചു കൊടുത്തു. ആ രാജ്യക്കാർ, ആ പ്രദേശവാസികൾ അവർക്ക് അന്നം നൽകിയില്ല. ആ 2 മതിൽക്കെട്ടുകൾ, ആ മതിൽക്കെട്ട് 2 അനാഥ ബാലന്മാരുടേതായിരുന്നു. അവരുടെ മാതാപിതാക്കൾ സാലിഹീങ്ങളായിരുന്നു. ഇപ്പൊ പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ അനാഥ ബാലന്മാരുടെ അവകാശം മറ്റുള്ളവർ കയ്യേറാൻ സാധ്യതയുണ്ട്. ആ മതിൽക്കെട്ടിന് ഞാൻ ശരിപ്പെടുത്തി. അവർ കാര്യബോധമുള്ളവരാകുമ്പോൾ ഈ മതിൽക്കെട്ട് പൊളിയും, അവർക്ക് തന്നെ അവരുടെ അവകാശം കിട്ടും, നിധി കിട്ടും. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ ഹദറിന്റെ സംഭവം.
മൂന്നാമത് വിശദീകരിക്കുന്നത് ദുൽഖർനൈൻ. ദുൽഖർനൈനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം, നൂറ്റാണ്ട് എന്ന അർത്ഥമുണ്ട്. 2 നൂറ്റാണ്ട് ജീവിച്ചിരുന്നയാള് എന്ന അർത്ഥമുണ്ട്. കർണിന് കൊമ്പ് എന്ന അർത്ഥമുണ്ട്. ദുൽഖർനൈൻ 2 കൊമ്പിന്റെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്ന 2 പ്രദേശങ്ങളുടെയും അധികാരമുണ്ടായിരുന്നയാള്. കിഴക്കും പടിഞ്ഞാറും അധികാരം സ്ഥാപിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദുൽഖർനൈൻ. യസ്അലൂനക അൻ ദിൽഖർനൈൻ ഖുൽ സഅതിലു അലൈഹിം മിൻഹു ദിക്റാ. ഏ മുഹമ്മദേ, അവർ നിങ്ങളോട് ദുൽഖർനൈനെ കുറിച്ച് ചോദിക്കുന്നു. അവരുടെ ചരിത്ര യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ദുൽഖർനൈനി അല്ലാഹു എല്ലാവിധ അധികാരവും നൽകി, സൗകര്യവും നൽകി. ആ അധികാരവുമായി അദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്ത് യാത്ര ചെയ്തു, പിന്നീട് കിഴക്ക് ഭാഗത്ത് യാത്ര ചെയ്തു, പിന്നീട് 2 മതിൽക്കെട്ടുകളുടെ ഇടയിൽ യാത്ര ചെയ്തു. فوجد من دونهما قوما لا يكادون يفقهون قولا. ആ 2 മതിൽക്കെട്ടിന്റെ പിൻഭാഗത്ത് ഒരു വിഭാഗം ജനങ്ങൾ താമസിച്ചിരുന്നു. അവർക്ക് കാര്യങ്ങൾ പൊടുന്നനെ മനസ്സിലാകില്ലായിരുന്നു. അവര് ദുൽഖർനൈന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഖാലൂ യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജഅലു ലക ഹറജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ. ഏ ദുൽഖർനൈനെ, തീർച്ചയായും യഅജൂജ് മഅജൂജുകൾ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ വലിയ വിനാശങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് കൂലി നിശ്ചയിച്ചു തരാം. ഞങ്ങളുടെയും അവരുടെയും ഇടയിൽ ഒരു മതിൽക്കെട്ടിനെ നിങ്ങൾ പണി തീർത്തു തരണം. ദുൽഖർനൈന് പറഞ്ഞു, എനിക്ക് നിങ്ങൾ കൂലിയൊന്നും തരണ്ട, പടച്ചവൻ എനിക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആതൂനി സുബറൽ ഹദീദ്. നിങ്ങൾ ഈ മതിൽക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി ഇരുമ്പിന്റെ കഷണങ്ങൾ കൊണ്ടുവന്ന് സഹായിക്കണം. മതിൽക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെന്റിന്റെ ഒരു വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന മതിൽക്കെട്ടല്ല. വലിയ ഒരു സമൂഹം യഅജൂജ് മഅജൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽപ്പെട്ടവരാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാഫിത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് യഅജൂജ് മഅജൂജ്. അവര് വലിയ ഒരു ജനസമൂഹം തന്നെയുണ്ട്. ഇത്രയും വലിയ മലമ്പ്രദേശം, 2 മലയിടുക്കിന്റെ 2 മലയുടെ ഇടയിൽ വലിയ ഒരു മതിൽക്കെട്ടിനെയാ പണികഴിപ്പിക്കേണ്ടത്. ദുൽഖർനൈന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സൈന്യവും ആ ജനങ്ങളും ചേർന്ന് ഇരുമ്പിന്റെ കട്ടി കൊണ്ടുവന്നു അട്ടിയട്ടിയായി വെച്ചു. ഇഷ്ടിക അട്ടിയട്ടിയായി വെക്കുന്നത് പോലെ 2 മതിൽക്കെട്ടുകൾക്ക് സമാന്തരമായി ആ ഇരുമ്പിന്റെ കട്ടികളായപ്പോ നിങ്ങൾ ഈയം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇരുമ്പ് ചെമ്പ് ഒരുക്കി ഈയമാക്കി ആ മതിൽക്കെട്ടിന്റെ ഇടയിൽ നിശ്ചയിക്കുകയുണ്ടായി. എന്നിട്ട് ദുൽഖർനൈൻ പറയുകയുണ്ടായി, ഖാല ഹാദാ റഹ്മത്തുൻ മിർ റബ്ബി ഫഇദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്ക വകാന വഅദു റബ്ബി ഹഖ്ഖാ. തീർച്ചയായും ഇത് എന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. ഫൈദാ ജാഅ വഅദു റബ്ബി, എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം എത്തിയാൽ ജഅലഹു ദക്കായി, മതിൽക്കെട്ട് തകർന്ന് തരിപ്പണമാകും. വകാന വഅദു റബ്ബി ഹഖ്ഖാ, എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം സത്യമായി പുലരും. യഥാർത്ഥത്തിൽ ദുൽഖർനൈൻ നിർമ്മിച്ച ആ മതിൽക്കെട്ടിലൂടെ ഒരു പതിറ്റാണ്ടോ ഒരു നൂറ്റാണ്ടോ 10 നൂറ്റാണ്ടോ അല്ല, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. ഇന്നും യഅജൂജ് മഅജൂജിന്റെ വിനാശത്തിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് മനുഷ്യ സമൂഹം സുരക്ഷിതരാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പേരിലാണ് ഇത്രയും ഉയർന്ന ഒരു മതിൽക്കെട്ടിനെ ഞാൻ നിർമ്മിച്ചത് എന്ന് ദുൽഖർനൈൻ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ ഇമ്പമാണ്. എങ്കിലും അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര സഹസ്രാബ്ദങ്ങളാണ് ആ ഒരു മതിൽക്കെട്ടിലൂടെ മനുഷ്യർ യഅജൂജ് മഅജൂജുകളുടെ കുഴപ്പങ്ങളിൽ നിന്ന് സുരക്ഷിതരായത്. ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ യഅജൂജ് മഅജൂജുകൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാണുമ്പോഴാണ് ഈ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ് വമഅജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ.
ഹത്താ ഇദാ ഫുതിഹത് യഅജൂജ് വമഅജൂജ്, യഅജൂജ് മഅജൂജുകളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മതിൽക്കെട്ടിനെ തകർക്കപ്പെടുമ്പോൾ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ കുന്നുകളിൽ നിന്നും വലം പ്രദേശങ്ങളിൽ നിന്നും കുതിച്ചു ചാടി ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ അധിവസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വിനാശങ്ങൾ ഉണ്ടാക്കും. ഭൂമിയിലെ ജലാശയങ്ങൾ അവരെ കുടിച്ചു പറ്റിക്കും. ധാന്യങ്ങളെയും പച്ചക്കറികളെയും തിന്നു തീർക്കും. പഴവർഗ്ഗങ്ങളെ തിന്നു തീർക്കും. മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ധാന്യങ്ങളില്ലാതെ, ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന വലിയ ഒരു പ്രതിസന്ധി വരാനിരിക്കുന്നു. ആ മതിൽക്കെട്ട് എവിടെയാണ് എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. കാരണം വൻകിട മതിൽക്കെട്ടുകൾ ധാരാളമുണ്ട്. ചൈനയിലെ വൻമതിൽ, അസർബൈജാനിന്റെയും അർമീനിയയുടെയും ഇടയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മതിൽ, ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആ മതിൽക്കെട്ടിന്റെ അപ്പുറത്ത് യഅജൂജ് മഅജൂജുകളെ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ദുൽഖർനൈൻ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഒരുക്കിയിരിക്കുന്ന വലിയ ഒരു മതിൽക്കെട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്രയും ഉയർന്ന പ്രയോജനമുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അള്ളാഹുവിന്റെ റഹ്മത്ത് എത്ര ഉയർന്ന കാര്യം. അതുകൊണ്ട് ആ പ്രവാചകന്മാർ ഈ റഹ്മത്ത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. ആദം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ഖുർആനിൽ കാണാം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞാൻ എൻ്റെ ശരീരത്തിനോട് അതിക്രമം പ്രവർത്തിച്ചു പോയി. നീ എനിക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ, നീ നിന്റെ റഹ്മത്ത് എൻ്റെ മേൽ വർഷിക്കുന്നില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും ഞാൻ പരാജികളിൽ പെട്ടുപോകും. നൂഹ് നബി അലൈഹിസ്സലാം റഹ്മത്തിനു വേണ്ടി അല്ലാഹുവിനോട് ഇരക്കുന്നു. ഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ, നീ നിന്റെ റഹ്മത്തിനെ എൻ്റെ മേൽ വർഷിക്കുന്നില്ല എങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി ദുആ ഇരക്കുന്നു. അൻത വലിയുനാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. അല്ലാഹുവേ, നീയാണ് എൻ്റെ സംരക്ഷകൻ, നീ എനിക്ക് പൊറുക്കേണമേ, എനിക്ക് നിന്റെ റഹ്മത്ത് നൽകേണമേ. ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തൻ, മദീനയുടെ കിരീടം, മുത്തൊളി മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിനോട് റഹ്മത്തിനു വേണ്ടി ദുആ ഇരക്കുന്നു. റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. അല്ലാഹുവേ, നീ എനിക്ക് പൊറുക്കണം, എനിക്ക് നീ കരുണ ചെയ്യണം. മാതാപിതാക്കൾ മക്കൾക്ക് എത്ര വലിയ ഉപകാരമാണ് ചെയ്തത്. എത്രയോ രാത്രികളാണ് നമുക്ക് വേണ്ടി അവർ ഉറക്കം കഴിഞ്ഞത്. അവരാണ് എങ്കിൽ അവരുടെ രക്തത്തിനെ വിയർപ്പാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ആ മാതാപിതാക്കൾക്ക് മക്കൾ ചെയ്യേണ്ടുന്ന ഉപകാരം ഖുർആൻ പറയുന്ന അള്ളാന്റെ റഹ്മത്ത് മാതാപിതാക്കൾക്ക് വാങ്ങിക്കൊടുത്തു. എന്താ ദുആ? റബ്ബിഗ്ഫിർ റബ്ബയാനി സഗീറ റബ്ബിർഹംഹുമാ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് നൽകേണമേ. എന്റെ ചെറിയ പ്രായത്തിൽ അവരെന്നെ വളർത്തിയതിന് പകരം നീ നിന്റെ റഹ്മത്ത് നൽകേണമേ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓരോരുത്തരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർറഹ്മാനിർ റഹീം 5 നേരത്തെ നമസ്കാരത്തിൽ 17 റക്അത്തുകളിലായിട്ട് നമ്മൾ 2 വട്ടം അല്ലാഹുവിന്റെ റഹ്മത്തിനെ ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഈ റഹ്മത്തിന് വേണ്ടി, റഹ്മത്തിന്റെ പേമാരി വർഷിക്കുന്ന അനുഗ്രഹീത റമദാനിന്റെ 10 ദിനരാത്രങ്ങളിൽ നാം ദുആ ഇരക്കണം. അതിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് വന്നണയുന്ന അമലുകൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കണം. ബാഹ്യമായ ഏർപ്പാടുകളുടെ പേരിലോ സംവിധാനങ്ങളുടെ പേരിലോ അല്ല അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അനുകൂലമാകുന്നത്. ദീനിയായ അമലുകളുടെ പേരിലാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടുന്നത്. ഖുർആനിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന ധാരാളം അമലുകൾ പറയുന്നുണ്ട്. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ടു കഴിഞ്ഞാൽ നിശബ്ദതയോടെ നിങ്ങൾ അതിനെ ശ്രദ്ധയോടെ കേൾക്കണം.
അനുഗ്രഹീത റമദാനിൽ തറാവീഹിന് ഖുർആൻ നന്നായി കേൾക്കണം. ഖുർആനിന്റെ പ്രഭാഷണങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നു എങ്കിൽ കേൾക്കണം. റമദാനിന് ഒരു 3 ദിവസം 5 ദിവസം തറാവി എല്ലാവരും നിസ്കരിക്കും. പിന്നെ 27 രാവിലെ വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. 30 രാത്രികൾ നമ്മൾ അനുഗ്രഹീത റമദാനിൽ തറാവീഹ് ഹാഫിദിന്റെ പിന്നിൽ നിന്ന് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടും. മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഐക്യവും യോജിപ്പും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് വന്നണയുന്ന അമലാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഏകോദര സഹോദരന്മാരാണ്. അതുകൊണ്ട് അവരിൽ യോജിപ്പുണ്ടാക്കണം, അവരുടെ ഭിന്നതകൾ അവസാനിപ്പിക്കണം, അവരുടെ ഇടയിൽ യോജിപ്പുണ്ടാക്കണം, അവരിൽ സന്ധി ഉണ്ടാക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെട്ടേക്കാം. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന അമലാണ് വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ പിണങ്ങി കഴിയുന്നു എങ്കിൽ അവരെ ഇണക്കാനും അവരെ യോജിപ്പിക്കാനുമുള്ള പരിശ്രമം ചെയ്യാം. والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് വന്നടയുന്ന 4 അമലുകൾ ഒരായത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നു. ഒന്ന്, മുഅ്മിനീങ്ങളിൽ നന്മ ഉണ്ടാക്കുന്നതിന് പരിശ്രമിക്കണം. മുഅ്മിനീങ്ങളിൽ നിന്ന് തിന്മ വിലക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും നമസ്കരിക്കാതെ നോമ്പെടുക്കാതെ കഴിയുന്നു എങ്കിൽ അവരെ പോയി സാരോപദേശത്തിലൂടെ നന്മയിലേക്ക് ആനയിക്കണം. ആരെങ്കിലും റമദാനായിട്ടും അനിസ്ലാമികമായ അനാശാസ്യ പ്രവണതകളുമായി വ്യാപൃതനാണ് എങ്കിൽ അവരുടെ അടുക്കൽ പോയി അതിൽ നിന്ന് അവരെ വിലക്കണം. നമസ്കാരം കൃത്യമായി നിലനിർത്തണം. ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണം. അവൽ തക്ബീറോടുകൂടി നമസ്കരിക്കണം. സകാത്ത് കൃത്യമായി കൊടുത്തു വീടണം. സകാത്ത് അനുഗ്രഹീത റമദാനിൽ കൊടുക്കൽ ശ്രേഷ്ഠമാണ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ സകാത്ത് കൊടുത്തു വീടണം, നമ്മുടെ സമ്പത്തിന്റെ സകാത്ത്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ റഹ്മത്തിന് നിങ്ങൾ വിധേയരായേക്കാം. അതുകൊണ്ട് അനുഗ്രഹീത റമദാനിന്റെ ആദ്യ 10 ദിനരാത്രങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യത്തിന്റെ പേമാരി വർഷിക്കുമ്പോൾ ആവർത്തിച്ച് അല്ലാഹുവേ, നീ നിന്റെ റഹ്മത്ത് എനിക്ക് നൽകണമേ, നിന്റെ കാരുണ്യം എനിക്ക് നൽകണമേ എന്ന് ദുആയിരക്കുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് വന്നണയുന്ന സുഹൃതങ്ങൾ, അമല് സാലിഹാത്തുകളുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെടും. സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.